യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. ഹായ് മക്കളെ, വരാനിരിക്കുന്ന കെമിസ്ട്രി SLC എക്സാമിനേഷൻ ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. എല്ലാ കുട്ടികളും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്ത് നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് പഠിച്ച് അത് പോർഷൻസ് മാർക്ക് ചെയ്ത് റെഫർ ചെയ്ത് നന്നായിട്ട് ഒരുങ്ങി എക്സാം എഴുതുക. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐസോമറിസം എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യുക. മക്കളെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Find out the isomer pairs from the given compounds and state which type of isomerism is shown. അതായത് താഴെ ഈ ക്വസ്റ്റ്യനിൽ താഴെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ഏതൊക്കെ കോമ്പൗണ്ടുകളാണ് ഐസോമർ പേഴ്സ് എന്നാണ് ചോദിച്ചേക്കണേ. ആൻഡ് ഓൾസോ അവർ കാണിക്കുന്ന ഐസോമറിസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. സോ മക്കളെ, ഈ ഐസോമർ പേഴ്സ് അല്ലെങ്കിൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ മക്കളെ ഐസോമർ പേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മക്കളെ, എന്താ ഐസോമറിസം? അതായത് ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതും എന്നാൽ ഡിഫറെന്റ് കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്വഭാവം കാണിക്കുന്നതുമായ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമേഴ്സ്. ആൻഡ് ആ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമറിസം എന്ന് പറയണേ അല്ലെ. ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതും എന്നാൽ വ്യത്യസ്ത പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നതായ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമേഴ്സ്. ആൻഡ് ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമറിസം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിൽ ഈ ഓർഗാനിക് ചാപ്റ്ററിൽ എത്ര ടൈപ്പ് ഐസോമറിസം പഠിക്കാനുണ്ട്? 3 ടൈപ്പ് എന്ത് പഠിക്കാനുണ്ട്? ഐസോമറിസം പഠിക്കാനുണ്ട്. എത്ര ടൈപ്പ് പഠിക്കാനുണ്ട് മക്കളെ? 3 ടൈപ്പ് എന്ത് പഠിക്കാനുണ്ട്? ഐസോമറിസം പഠിക്കാനുണ്ട് അല്ലെ. ഏതൊക്കെയാ ആ 3 ടൈപ്പ് ഐസോമറിസം? ഒന്നാമത്തെയാണ് എന്ത് മക്കളെ? ചെയിൻ ഐസോമറിസം. എന്തുവാ ഒന്ന് പറഞ്ഞേ? ചെയിൻ ഐസോമറിസം. ഒന്നാമത്തെ ടൈപ്പ് ഐസോമറിസം ആണ് എന്ത്? ചെയിൻ ഐസോമറിസം അല്ലെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഐസോമറിസം എന്താ മക്കളെ? പൊസിഷൻ ഐസോമറിസം. എന്തുവെന്ന് പറഞ്ഞ മക്കളെ? പൊസിഷൻ ഐസോമറിസം. ഇനി നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ ടൈപ്പ് ഐസോമറിസം ആണ് എന്തെന്ന് പറയണേ? ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം അല്ലെ. സോ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പോ ഐസോമറിസം പഠിച്ചില്ലേ? എന്താ മക്കളെ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ എന്താ മക്കൾ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ മോളിക്കുലർ ഫോർമുല ഉള്ളതും എന്നാൽ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമേഴ്സ്. ആൻഡ് ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോമറിസം. നമുക്ക് എത്ര ടൈപ്പ് ഐസോമറിസം പഠിക്കാനുണ്ട് ഒന്ന് പറഞ്ഞേ? ചെയിൻ ഐസോമറിസം പഠിക്കാനുണ്ട്. പിന്നെയോ പൊസിഷൻ ഐസോമറിസം ഉണ്ട്. അതിന്റെ കൂടെ എന്ത് പഠിക്കാനുണ്ട്? ഫങ്ഷണൽ ഐസോമറിസം പഠിക്കാനുണ്ട് അല്ലെ. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ആരൊക്കെ ചെയിൻ ഐസോമറിസം കാണിക്കും, അല്ലെങ്കിൽ ആരൊക്കെ പൊസിഷൻ ഐസോമറിസം കാണിക്കും, അല്ലെങ്കിൽ ആരൊക്കെ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ശരി, നമുക്ക് ഓരോ കോമ്പൗണ്ട്സ് നമുക്ക് തരംതിരിച്ച് ഏതൊക്കെ ടൈപ്പ് ഐസോമറിസമാണ് കാണിക്കാൻ നോക്കാം അല്ലെ. ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു OH കാണാം അല്ലെ, അല്ലെങ്കിൽ ഒരു ഓക്സിജനെ കാണാം. ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഓക്സിജൻ ഉള്ള ഒരു കോമ്പൗണ്ട് ഏത്? പിന്നെ മക്കളെ, ഈ 5ാമത്തെ കോമ്പൗണ്ട് അല്ലേ. നിങ്ങൾ ആ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ നോക്കിയേ, CH3 CH2 CH2OH അല്ലെ. നിങ്ങൾ ആ ഒരു 5ാമത്തെ കോമ്പൗണ്ടും 1ാമത്തെ കോമ്പൗണ്ടും, അതായത് നിങ്ങൾ ഈ പറയുന്ന CH3 CH2 CH2OH ഈ 1ാമത്തെ കോമ്പൗണ്ടും അതുപോലെ ഈ കോമ്പൗണ്ടും ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ CH3O CH2 CH3 അല്ലെ. നിങ്ങൾ ഈ ഒരു 2 കോമ്പൗണ്ടുകൾ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ മക്കളെ? OH ആണ് അല്ലെ. ആരാ മക്കളെ? OH. എന്നാൽ 2ാമത്തെ ഓർഗാനിക് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് മക്കൾ എന്താണ്? ഓക്സിജൻ, ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് അല്ലെ. ഈ 2 കോമ്പൗണ്ടുകളുടെ മക്കളെ മോളിക്കുലർ ഫോർമുല എന്താണ്? എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. 1ാമത്തെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് മക്കളെ? 1 2 3 അല്ലെ. സോ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. പിന്നെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 3 2 5 2 7. പിന്നെ OHന്റെ H കൊണ്ട് കൂട്ടി എത്ര ഉണ്ട് മക്കളെ? 8 എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. കൂടാതെ എന്തുണ്ട്? ഒരു ഓക്സിജൻ ഉണ്ട്.
നിങ്ങൾ ആലോചിച്ച് നോക്കി, രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല C3H8O തന്നെയാണെന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയേ. 1 2 3 കാർബൺ ഉണ്ട്, പിന്നെയോ 3 2 5 3 8 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ മക്കളെ എന്ത് സെയിം ആണ്? മക്കളെ? ഈ പറയുന്ന മോളിക്കുലർ ഫോർമുല രണ്ടാളും തുല്യമാണ്, സെയിം ആണ് അല്ലെ, C3H8O. ഇനി മക്കളെ ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? OH ആണ് അല്ലെ. രണ്ടാമത്തേലോ ഓക്സിജൻ ആണ്, ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് അല്ലെ. അങ്ങനെ വ്യത്യസ്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതും സെയിം മോളിക്കുലർ ഫോർമുല ഉള്ളതുമായ കോമ്പൗണ്ടുകൾ മക്കളെ ഐസോമേഴ്സ് ആണ്. എന്ത് ഐസോമേഴ്സ് അല്ലെങ്കിൽ എന്ത് ഐസോമറിസം ആണ്? ഫങ്ഷണൽ ഐസോമറിസം. എന്ത് ഐസോമറിസം ആണ് മക്കളെ? ഫങ്ഷണൽ ഐസോമറിസം. സോ ഈ പറയുന്ന ഒന്നാമത്തെ കോമ്പൗണ്ടും ഈ പറയുന്ന അഞ്ചാമത്തെ കോമ്പൗണ്ടും മക്കൾ എന്ത് കാണിക്കുന്ന ആൾക്കാരാ? ഫങ്ഷണൽ ഐസോമറിസം കാണിക്കുന്ന ആൾക്കാരാണ്. ഈ മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ CH3CH2 രണ്ടാമത്തെ കോമ്പൗണ്ട് കേട്ടോ, CH3CH2CH3 ഈ കോമ്പൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവസാനത്തെ ആറാമത്തെ കോമ്പൗണ്ടും, അതായത് ഈ കോമ്പൗണ്ട് എടുത്ത് ഏതാണ്? CH3 പിന്നെന്താ? CH3 അല്ലെ. ഈ രണ്ട് കോമ്പൗണ്ടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും മോളിക്കുലർ ഫോർമുല മക്കളെ എന്താണ് വരാ? C4H10. ചെക്ക് ചെയ്ത് നോക്കിയാലോ നമുക്ക്. 1 2 3 4 കാർബൺ അല്ലെ. ഇവിടെയും 1 2 3 4 കാർബൺ ഉണ്ട്. പിന്നെയോ ഇവിടെ ഹൈഡ്രജൻ എണ്ണം നോക്കുകയാണെങ്കിൽ 3 2 5 2 7 3 10. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 4 7 10 അല്ലെ. അതായത് ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ എന്ത് സെയിം ആണ്? മോളിക്കുലർ ഫോർമുല മക്കൾ എന്താണ്? എക്സാക്ട്ലി സെയിം ആണ്. എന്നാൽ ഇവരുടെ എന്താ മാറിക്കിടക്കുന്നത്? ഒന്നാമത്തെ കോമ്പൗണ്ടിൽ ഇതാണ് നമ്മുടെ പാരന്റ് ചെയിൻ അല്ലെ. 1 2 3 4 കാർബൺ ആറ്റംസ് ഉണ്ട് ആ പാരന്റ് ചെയിൻ. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ മക്കൾ ഇതാണ് നമ്മുടെ പാരന്റ് ചെയിൻ അല്ലെ. പക്ഷെ അതിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ടോ? ഇല്ല. എന്താണുള്ളത്? 1 2 3 കാർബൺ ആറ്റംസേ ഉള്ളൂ അല്ലെ. അങ്ങനെ ഇവിടെ എന്താ മാറിക്കിടക്കുന്നവരുടെ? പാരന്റ് ചെയിൻ ആണ് മാറിക്കിടക്കുന്നത്. അങ്ങനെ പാരന്റ് ചെയിൻ മാറിക്കിടക്കുകയാണെങ്കിൽ എന്ത് ഐസോമറിസമാണ്? പൊസിഷൻ അല്ല, ഫങ്ഷണൽ അല്ല, പിന്നെ എന്ത് ഐസോമറിസം മക്കളെ? ചെയിൻ ഐസോമറിസം. എന്ത് ഐസോമറിസം മക്കളെ? ചെയിൻ ഐസോമറിസം. സോ ഈ പറയുന്ന രണ്ടാമത്തെ കോമ്പൗണ്ടും അവസാനത്തെ കോമ്പൗണ്ടും മക്കളെ എന്ത് ഐസോമറിസമാണ് കാണിക്കുക? ചെയിൻ ഐസോമറിസമാണ് കാണിക്കുക. എന്ത് ഐസോമറിസം മക്കളെ കാണിക്കുക? ചെയിൻ ഐസോമറിസം. സോ നമുക്ക് 4 കോമ്പൗണ്ട്സ് 2 പെയറായിട്ട് കിട്ടി അല്ലെ. ആദ്യത്തെ 2 കോമ്പൗണ്ടുകൾ ഇവരെന്താ കാണിക്കുക? ഫങ്ഷണൽ ഐസോമറിസമാണ് കാണിക്കുക. അതുപോലെ തന്നെ ഈ 2 കോമ്പൗണ്ടുകൾ അതായത് CH3CH2CH2CH3 അതുപോലെ ഇതിലെ ആറാമത്തെ അതായത് CH3CH3CH3 ഇത് എന്ത് ഐസോമറിസമാണ് കാണിക്കുക? ചെയിൻ ഐസോമറിസമാണ് കാണിക്കുക. ഇത് കൂടാണ്ട് ഈ 4 കൂടാണ്ട് ബാക്കി 2 ആൾക്കാരായിരിക്കും മക്കളെ ഈ പറയുന്ന മൂന്നാമത്തെയും നാലാമത്തെയും കോമ്പൗണ്ട് അല്ലെ. അതായത് CH3CHCl പിന്നെയോ CH3 അല്ലെ. അത് കൂടാണ്ട് പിന്നെയോ CH3CH2CH2Cl അല്ലെ. ഈ 2 കോമ്പൗണ്ടുകൾക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈ 2 കോമ്പൗണ്ടിൽ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ് മക്കളെ? ക്ലോറിൻ ആണ് അല്ലെ. ഇവിടെ ക്ലോറിൻ 1 രണ്ടാമത്തെ കാർബൺ ആണ് എന്തുള്ളത്? ക്ലോറിൻ ഉള്ളത്. ഇവിടെയോ 1 2 ഓക്കെ ഒന്നാമത്തെ കാർബൺ ആണ് എന്തുള്ളത്? ക്ലോറിൻ ഉള്ളത്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ എന്ത് മാറിക്കിടക്ക? സ്ഥാനം മാറിക്കിടക്കാണ്, പൊസിഷൻ അല്ലെ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയിട്ടുണ്ടോ? ഇല്ല. രണ്ടിന് ക്ലോറിൻ ആണ്. പാരന്റ് ചെയിൻ മാറിയിട്ടൊന്നുമില്ല. പിന്നെന്താ മാറിക്കിടക്കണേ? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം, പൊസിഷൻ മാറിക്കിടക്കുകയാണ്. അങ്ങനെ പൊസിഷൻ മാറിക്കിടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഐസോമറിസം എന്താ മക്കളെ? അവരെ നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ, സ്ഥാനം, പൊസിഷൻ മാറിക്കിടക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഐസോമറിസം അവിടെ നമ്മൾ എന്ത് വിളിക്കുക? അതാണ് പൊസിഷൻ ഐസോമെറിസം എന്ന് പറയണേ അല്ലെ. സോ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പൊസിഷൻ ഐസോമെറിസം എന്ന് വിളിക്കാം. സോ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 3 തരത്തിലുള്ള എന്ത് കിട്ടി? ഐസോമറിക് പെയേഴ്സിനെ കിട്ടി അല്ലെ. ആദ്യത്തെ ഈ 2 കോമ്പൗണ്ടുകൾ എന്ത് കാണിക്കുക? ഫങ്ഷണൽ ഐസോമറിസമാണ് കാണിക്കുക. അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എൻറ്റയർലി മാറിക്കിടക്കുകയാണ്. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ മക്കളെ അത് എന്ത് ഐസോമറിസം അവർ കാണിക്കുന്നത്? ചെയിൻ ഐസോമറിസമാണ് കാണിക്കുന്നത്. ബിക്കോസ് അവരുടെ പാരന്റ് ചെയിൻ മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്. മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ പെയർ ഓഫ് കോമ്പൗണ്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ മാറിക്കിടക്കണേ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നും മാറിയിട്ടില്ല, പാരന്റ് ചെയിനും മാറിയിട്ടില്ല. പിന്നെ എന്താ മാറിക്കിടക്കണേ? ഈ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറിക്കിടക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ഐസോമറിസം ആണ് എന്ന് പറയണേ പൊസിഷൻ ഐസോമറിസം എന്ന് പറയണേ. സോ ഐസോമറിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കും. സോ ഐസോമറിസം 3 ടൈപ്പ് ഐസോമറിസം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് പഠിച്ചിരിക്കണം.
സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഈ ഉത്തരം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പല ടൈപ്പ് ഐസോമർസും ഉണ്ട്. ഈ പറയുന്ന 3 ടൈപ്പ് ഐസോമർസും നന്നായിട്ട് പഠിച്ച എക്സാമിന് ഒരുങ്ങുക. ഈ മക്കളെ നമ്മൾ അടുത്തത് ഈ പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന ഒരുപാട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. സോ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് വായിക്കുകയാണെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn. Mn എന്ന് പറഞ്ഞ മക്കൾ ആരാ? മാംഗനീസ് ആണ്. മാംഗനീസിന്റെ ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ഈ പറയുന്ന ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ പറയുന്ന മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം അല്ലെ മക്കളെ. മാംഗനീസിന്റെ ആറ്റോമിക് നമ്പർ എന്താണ് മക്കളെ? 25 ആണ്. അങ്ങനെയെങ്കിൽ മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ് എഴുതി നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ മക്കളെ. എന്താ വരാ? മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കിയ മക്കളെ. എന്താ വരാ പറഞ്ഞേ? 1s2 പിന്നെയോ 2s2 പിന്നെയോ 2p6. എന്റെ ഒപ്പം എഴുതി പോക്കോളൂടാ. 1s2 2s2 2p6 പിന്നെയോ 3s2 3p6. ചാടി കയറി ഒറ്റയടിക്ക് എഴുതരുത്, നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിൽ എത്ര മക്കളെ? മാംഗനീസിന്റെ ആറ്റം നമ്പർ 25 അല്ലേ? അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 25 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. പെണ്ണി നോക്കി 2 4 10 12 18 അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഇലക്ട്രോൺസ് നിറയ്ക്കാനുണ്ട് അല്ലെ. 3s 3p കഴിഞ്ഞ മക്കൾ അടുത്താരാ? ഈ പറയുന്ന 4s2 അല്ലെ. സോ 1s2 2s2 2p6 3s2 3p6 പിന്നെന്താ 4s2 പിന്നെന്താ മക്കളെ? 3d. ഈ 3d എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളിക്കണം? 2 4 10 12 16 18 അല്ലെ. സോറി 20 എണ്ണായില്ലേ? 2 4 10 12 18 20 എന്തായി? ഇലക്ട്രോൺസ് ആയി. ഈ മക്കളെ എത്ര ഇലക്ട്രോൺസിന്റെ കുറവുണ്ട്? 5 ഇലക്ട്രോൺസിന്റെ കുറവുണ്ട്. ശ്രദ്ധിക്കുക മക്കളെ, നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4s ഇപ്പുറത്തേക്കും എഴുതാം, ഈ 3d എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് എഴുതാം. ഇലക്ട്രോൺസിന് മാറ്റമൊന്നുമില്ല. എഴുതുമ്പോൾ ഈ ഓർഡറിൽ എഴുതിയിട്ട് 3d ഇപ്പുറത്തേക്ക് എഴുതാം. പിന്നെ എന്ത് ചെയ്യുക? 4s എന്ത് ചെയ്യുക? അപ്പുറത്തേക്ക് എഴുതാം. അപ്പൊ എന്താ വരാ? 3d5 എന്ത് വരും? 4s2 എന്ന് വരും അല്ലെ. അപ്പൊ മാഗ്നീസിന്റെ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d5 4s2 എന്ന് കിട്ടി അല്ലെ. ഈ മക്കളെ അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഈ പറയുന്ന മാഗ്നീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അല്ലെ. ഒന്നാമത്തെ ഉത്തരം കിട്ടി അല്ലെ. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാഗ്നീസ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി അല്ലെ. മാഗ്നീസിന്റെ എന്ത് എഴുതി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഇങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എന്താ? Mn in MnO2. അതായത് MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ടില് മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് ചോദിച്ചേക്കണേ. ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. ശ്രദ്ധിക്കാം, പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ പല കുട്ടികളുടെയും വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഓക്സിഡേഷൻ നമ്പർ. എന്താ പറയാ? ഓക്സിഡേഷൻ നമ്പർ തെറ്റിച്ച് ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മൊത്തം എന്താ പറയാ അത് തെറ്റിച്ച് എക്സാമിന് ഒരുപാട് കുട്ടികളുടെ മാർക്ക് പോകാറുണ്ട്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ നന്നായിട്ട് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുന്നത് പഠിച്ചു വയ്ക്കാം. MnO2 മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എത്ര ഉള്ളൂ? നിങ്ങൾ MnO2 മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല. അറിയാത്ത ആൾക്ക് നിങ്ങൾ എന്തെന്ന് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക അല്ലെ. അറിയാത്ത ആളെ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ. അപ്പൊ അറിയാത്ത ആൾക്ക് നമ്മൾ എന്തെന്ന് കൊടുക്കുക? ഓക്സിഡേഷൻ നമ്പർ എക്സ് എന്ന് കൊടുക്കുക അല്ലെ. എന്താ കൊടുക്കേണ്ട മക്കളെ? എക്സ്. അപ്പൊ മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്ത് കൊടുത്തു? നമ്മൾ എക്സ് എന്ന് കൊടുത്തു അല്ലെ. സോ എക്സ് പ്ലസ് കൂട്ടാം. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാലോ. എത്രയാ? ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ് അല്ലെ. അപ്പൊ ഒരു ഓക്സിജന്റെ -2 ആണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണെങ്കിൽ 2 ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ മക്കൾ എന്താ വരാ? -2 × 2 എന്താ വരാ? -4 എന്ന് വരും. കൂടി പറയുകയാണെ, ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താ മക്കളെ? -2 ആണ് അല്ലെ. ഇപ്പൊ 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ എന്താ വരാ? -2 × എന്ത് വരും? 2 എന്ന് വരും. എന്ത് വരും? -4 എന്ന് വരും. തെറ്റിക്കരുത്. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് എന്ത്? -2. അപ്പൊ 2 ഓക്സിജൻ എന്താ വരാ? ഒരു ഓക്സിജന്റെ -2 ആണെങ്കിൽ 2 ഓക്സിജൻ എന്താ വരാ മക്കളെ? -4 എന്ന് വരും. അതെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് പ്ലസ് എന്നോട് ആര് കൂട്ടാ? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടാ. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? -4. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ കോമ്പൗണ്ട് ന്യൂട്രൽ അല്ലേ, കൂടെ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ചാർജ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് -4 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഈ മക്കളെ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്.
അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ -4 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താ പറയാ, എക്സ് ഈ -4 അപ്പുറത്തേക്ക് എന്താ പറയാ, +4 എന്നാവൂലേ. അപ്പൊ എന്ത് കിട്ടും, എക്സ് ഈക്വൽ എന്ത് കിട്ടും, +4 എന്ന് കിട്ടും. സോ MnO2 എക്സ് എന്ന മക്കളെ മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. അതായത് MnO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ, +4 എന്ന് കിട്ടി. മക്കളെ കുറച്ച് എലമെന്റുകളുടെ ഓക്സിജൻ അല്ലെങ്കിൽ ഹാലോജൻസ് പോലത്തെ കുറച്ച് എലമെന്റുകളുടെ ഹൈഡ്രജൻ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് അവരുടെ ഒക്കെ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പർ കാണപ്പെടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടെ ഇപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ, -2 ആണ്. അത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ എക്സ് ഒക്കെ കൊടുത്ത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടി, +4 എന്ന് കിട്ടി. സോ രണ്ടാമത്തെ ചോദ്യം അതിന് ഉത്തരം കിട്ടി. എന്താ കിട്ടിയേ, +4 എന്ന് കിട്ടി അല്ലെ. എങ്ങനെ അടുത്തത്, റൈറ്റ് ദ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണേ. റൈറ്റ് ദ കംപ്ലീറ്റ് സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn2+ അയോൺ. അതായത് മാഗ്നീസിന് +2 എന്ന് ചാർജ് വരികയാണെങ്കിൽ Mn2+ അയോണിന്റെ എന്താ ചോദിച്ചേക്കണേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചേക്കണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഈ Mn എങ്ങനെ മക്കളെ Mn2+ ആകണേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. എപ്പോഴാണ് ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുക, ഇലക്ട്രോണെ കൊടുത്താലാണോ വാങ്ങിയാലാണോ? മക്കളെ ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് ഇലക്ട്രോണെ കൊടുക്കുമ്പോഴാണോ വാങ്ങുമ്പോഴാണോ? തീർച്ചയായിട്ടും എപ്പോഴും മക്കളെ ഇലക്ട്രോണെ കൊടുക്കുമ്പോഴാണ് അല്ലെ. സോ Mn2+ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാഗ്നീസ് തീർച്ചയായിട്ടും എന്ത് കൊടുത്തിരിക്കണം, അയാളുടെ അവസാനത്തെ 2 ഇലക്ട്രോൺസിനെ കൊടുത്തിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, Mn2+ അല്ലേ. 2+ എന്ന് പറയുമ്പോൾ അയാൾ കൊടുക്കുന്ന ഇലക്ട്രോൺ എണ്ണം എത്രയായിരിക്കും, 2 ആയിരിക്കുമല്ലോ. 3+ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കും, 3 ഇലക്ട്രോൺ കൊടുക്കും. 4+ ആണെങ്കിലോ 4 ഇലക്ട്രോൺ കൊടുക്കും. 2+ എന്ന് പറയുമ്പോൾ അയാൾ കൊടുത്ത ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കണം, 2 ഇലക്ട്രോൺ ആയിരിക്കണം. ആ 2 ഇലക്ട്രോൺ എന്ന പോകുമ്പോൾ മക്കളെ 3D എന്നാണോ 4s എന്നാണോ? ചില കുട്ടികൾ എന്ത് എഴുതും, 3D എന്ന് എഴുതും. തെറ്റിക്കരുത് മക്കളെ, ആദ്യം ഇലക്ട്രോൺ പോകുന്നത് എവിടെ നിന്നാ, 4s എന്നാണ് കേട്ടോ. മക്കളെ മനസ്സിലാക്കുക, ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഇലക്ട്രോൺസ് ആദ്യം പോകുന്നത് എവിടെ നിന്നായിരിക്കും, 4s എന്നായിരിക്കും. സോ Mn2+ ആകുമ്പോൾ അയാൾ വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺസ് പോകുന്നത് മക്കളെ എവിടെ നിന്നാണ്, ഈ പറയുന്ന 4s എന്നാണ്. സോ 4sലെ 2 ഇലക്ട്രോൺ വിട്ടുകളയാ. ബാക്കി എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാം എന്ന് പറഞ്ഞേ, 1s2 2s2 2p6 പിന്നെന്താ 3s2 3p6 പിന്നെയോ 3d5 എന്ന് എഴുതി. അയ്യോ 4s ഓടെ പോയി മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കി. 4s ഓടെ പോയി, വേറൊന്നല്ല മാഗ്നീസ് Mn2+ ആകണമെങ്കിൽ അയാൾ ആരെ കൊടുക്കണം, 2 ഇലക്ട്രോണെ കൊടുക്കണ്ടേ. ആ 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി, 4s നിന്ന് പോയി അല്ലെ. 4s നിന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ പിന്നെ 4s ഇലക്ട്രോൺസ് ഉണ്ടാ ഇല്ല. പിന്നെ 4s കാണിക്കേണ്ട ആവശ്യം ഉണ്ടാ ഇല്ല. സോ 4s നിന്ന് ഇലക്ട്രോൺസ് പോയാൽ പിന്നെ എന്ത് കാണിക്കേണ്ട ആവശ്യമില്ല, 4s കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് Mn2+ന്റെ കോൺഫിഗറേഷൻ നമുക്ക് എന്താ കിട്ടി, 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് കിട്ടി. ഓക്കെ, ഈ മക്കളെ ഒരു കാര്യം കൂടി പറയാണ് എക്സ്ട്രാ. നമുക്കറിയാം ഈ പറയുന്ന 1s2 2s2 2p6 3s2 3p6 ഇവിടം വരെ മക്കളെ അത് ആരുടെ കോൺഫിഗറേഷനാ, മാഗ്നീസിന്റെ തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസ് ഏതാ, ആർഗൺ ആണല്ലോ, ആർഗൺ ആണ്. സോ ഇതെങ്ങനെ എഴുതാം, ആർഗൺ അല്ലെ. ഇവിടെ വരെ മക്കൾ ആരുടെ കോൺഫിഗറേഷനാ, ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, ആർഗൺ എങ്ങനെ എഴുതാം, 3d5 എന്ന് എഴുതാം. സോ നോബിൾ ഗ്യാസിന്റെ ഒരു എലമെന്റിന്റെ തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസിന്റെ അടിസ്ഥാനത്തിലും ഈ പറയുന്ന കോൺഫിഗറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മാഗ്നീസിന്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടി, മാഗ്നീസിന്റെ കോൺഫിഗറേഷൻ കിട്ടി, അതുപോലെ തന്നെ Mn2+ അയോണിന്റെ എന്ത് കിട്ടി, ഈ പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കിട്ടി. അത് മാത്രമല്ല അയാളുടെ തൊട്ടുമുമ്പിലുള്ള നോബിൾ ഗ്യാസിന്റെ ടേംസിലുള്ള എന്തെങ്കിലും എഴുതി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഈ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ, റൈറ്റ് എനി വൺ പ്രോപ്പർട്ടി ഓഫ് എന്താ ഡി ബ്ലോക്ക് എലമെന്റ് അല്ലെ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ എന്താണ് പ്രോപ്പർട്ടീസ് ആണ് ചോദിച്ചേക്കണേ അല്ലെ. മക്കളെ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ദേ ഹാവ് വേരിയബിൾ വാലൻസി. ദേ ഹാവ് എന്താ, വേരിയബിൾ വാലൻസി ആൻഡ് എന്താ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, വേരിയബിൾ വാലൻസി, അതുപോലെ എന്താ വേരിയബിൾ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡിഫറെന്റ് വാലൻസിയും വ്യത്യസ്ത വാലൻസി സംയോജകത. ഓക്കെ, അതുപോലെ തന്നെ വ്യത്യസ്ത എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണ അവസ്ഥ. ഡിഫറെന്റ് വാലൻസിയും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്ന ആൾക്കാരാണ് എന്ത്, ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെന്റ്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഓരോണ്ട് പഠിച്ചു വെച്ചോളൂ, ദേ ഫോം എന്താ കളേഡ് കോമ്പൗണ്ട്സ്.
നിറമുള്ള സംയുക്തങ്ങൾ കളയുടെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരെ മക്കൾ എന്ത് ഡി ബ്ലോക്ക് എലമെന്റുകൾ. അപ്പൊ അതാത് ബ്ലോക്ക് ഡി ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്കുകളുടെ എന്ത് പഠിച്ചിരിക്കണം നിങ്ങൾ ഈ പറയുന്ന ഓരോ പ്രോപ്പർട്ടീസ്, ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. സോ ഇതുപോലെ അതാത് ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ശരി, ഈ മകൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ തേർഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന SLC എക്സാമിനേഷൻ, കെമിസ്ട്രി എക്സാമിനേഷന് നിർബന്ധമായിട്ടും 100% ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഗാൽവാനിക് സെല്ല്. നിങ്ങൾ എഴുതി വെച്ചു മക്കളെ, നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളു. അതായത് 2018 മുതൽ 2023 വരെ എല്ലാ കൊല്ലം ഇടവിടാണ്ട് ചോദിച്ചേണ്ട ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് ഏതാ ഗാൽവാനിക് സെല്ല. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാം എന്ത് ചോദിക്കും, ഗാൽവാനിക് സെല്ല് ചോദിച്ചിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ മക്കൾ എന്ത് കൊടുത്തേക്കാം, ഒരു ഗാൽവാനിക് സെല്ല് കൊടുത്തേക്കാം അല്ലെ. ഓക്കെ, നിങ്ങൾക്കറിയാം ഗാൽവാനിക് സെല്ലിന്റെ സെറ്റപ്പ് നിങ്ങൾക്കറിയാം. 2 ബീക്കറിൽ 2 ഇലക്ട്രോൺ മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്റ്റേണൽ വയർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ വയർ ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു സാൾട്ട് ബ്രിഡ്ജ് അല്ലെ. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ മക്കൾ എന്തുണ്ട്, ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട് അല്ലെ. ഇനി അതായത് ബീക്കറിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ബീക്കറിൽ നിങ്ങൾക്ക് എന്ത് കാണാം, MgSO4 കാണാം അല്ലെ. രണ്ടാമത്തെ ബീക്കറിലോ EgNO3 കാണാം അല്ലെ. സോ മക്കളെ ഈ സെല്ലിൽ, ഈ ഒരു ഗാൽവാനിക് സെല്ലിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇലക്ട്രോഡ്സ് എന്തായിരിക്കണം, MgSO4 നമ്മൾ ആരെ മുക്കി വയ്ക്കുക, മെഗ്നീഷ്യത്തിനല്ലേ മക്കളെ മുക്കി വയ്ക്കുക അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, MgSO4 ആണ് എടുത്തിരിക്കണമെങ്കിൽ അതിൽ മുക്കിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് മക്കൾ എന്തായിരിക്കണം, ഇതിൽ മെറ്റൽ ആര, മെഗ്നീഷ്യം അല്ലെ. സുഹൃത്ത് മെറ്റൽ മക്കൾ എന്താണ്, ഇലക്ട്രോഡ് ആര മക്കളെ, Mg ആണ്. ഇനി AgNO3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ AgNO3 ഉള്ള മെറ്റൽ ആര മക്കളെ, സിൽവർ അല്ലെ. ഇവിടുത്തെ ഇലക്ട്രോഡ് മക്കൾ ആരായിരിക്കും, Ag ആയിരിക്കും, സിൽവർ ആയിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഇത് എന്ത് ഗാൽവാനിക്സ് അല്ല, ഇത് മെഗ്നീഷ്യം അതുപോലെ എന്താ, ഇത് മെഗ്നീഷ്യം അതുപോലെ എന്താ സിൽവർ എന്താ ഗാൽവാനിക്സ് അല്ല. ഇവിടുത്തെ മക്കളെ ആനോഡ്, അതായത് നെഗറ്റീവ് ചാർജുള്ള ആനോഡ് മക്കളെ ആരാണ്, മെഗ്നീഷ്യം ആണ്. അതുപോലെ പോസിറ്റീവ് ചാർജുള്ള കാഥോഡ് മക്കളെ ആരാണ്, സിൽവർ ആണ്. ഇവിടുത്തെ എന്ത് കിട്ടി, എയും ബിയും കിട്ടി അല്ലെ. എ എന്താ ഇവിടുത്തെ മക്കളെ, മെഗ്നീഷ്യം ആണ്. MgSO4 മുക്കി വെച്ചിട്ടുണ്ട്, അവ എന്തായിരിക്കും, മെഗ്നീഷ്യം ആയിരിക്കും. ഓക്കെ, എളുപ്പമാണ് അല്ലെ. അതുപോലെ തന്നെ AgNO3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ AgNO3 മുക്കി വെച്ചിരിക്കുന്ന ആരായിരിക്കും മക്കളെ, അത് സിൽവർ ആയിരിക്കും. ശരി, ഈ മക്കളെ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മക്കളെ ഏത് ഡയറക്ഷനിലാണ് മക്കളെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷൻ, ദിശ എന്ന് പറയുന്നത് മക്കളെ, ഇറ്റ് ഈസ് ഫ്രം എന്തായിരിക്കും, ഇറ്റ് ഈസ് ഫ്രം ആനോഡ് ടു എന്തായിരിക്കും, കാഥോഡ് ആയിരിക്കും. മനസ്സിലാക്കട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാൽവാനിക് സെല്ലിൽ മക്കളെ ഇലക്ട്രോൺസ് ഒഴുകുന്ന ദിശ, ഡയറക്ഷൻ എന്താ മക്കളെ, ഇറ്റ് ഈസ് ഫ്രം എന്താ, ആനോഡ് ടു എന്താ, കാഥോഡ് ആണ്. ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺസ് എവിടെ നിന്നാ ഫ്ലോ ചെയ്യുക, ആനോഡിൽ നിന്ന് എവിടേക്ക് ഫ്ലോ ചെയ്യാം മക്കളെ, കാഥോഡിലേക്കാണ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യാം. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ആണെങ്കിൽ അതിനൊപ്പം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, കറണ്ടിന്റെ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. പല കുട്ടികൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷനിലാണ് ആരും ഒഴുകുക, കറണ്ട് ഒഴുകുക. അങ്ങനെയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത് മക്കളെ. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആനോഡ് ടു കാഥോഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ ഒഴുകുന്ന ദിശ എന്താണോ, ഡയറക്ഷൻ എന്താണോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര് ഫ്ലോ ചെയ്യുക, കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യാം. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കാം. മക്കളെ ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷൻ ഏതാണോ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മക്കളെ ആര് ഫ്ലോ ചെയ്യുക, കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് മക്കളെ ആനോഡ് എന്ന് കാഥോഡിലേക്ക് ആണെങ്കിൽ ദ ഫ്ലോ ഓഫ് കറണ്ട് വിൽ ബി ഫ്രം എന്താ, ഫ്രം കാഥോഡ് ടു എന്തായിരിക്കും, ആനോഡ് ആയിരിക്കും. സോ ഇലക്ട്രോൺ ഒഴുകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് മക്കളെ ആര് ഫ്ലോ ചെയ്യുക, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് ഒഴുകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് മക്കളെ ആര് ഫ്ലോ ചെയ്യുക, കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യാം. സോ ഇലക്ട്രോൺ ഒഴുകുന്നത് ആനോഡ് ടു കാഥോഡ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മക്കളെ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഫ്രം കാഥോഡ് ടു എന്തായിരിക്കും, ആനോഡ് ആയിരിക്കും. അത് മാറി പഠിക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ഷൻ കിട്ടി അല്ലെ. ഇവിടെ മക്കളെ ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന ഡയറക്ഷൻ ഏതാ, ഇറ്റ് ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അത് മാത്രമല്ല ഇവിടെ ആനോഡ് മക്കളെ നമ്മുടെ മെഗ്നീഷ്യം ആണല്ലോ. ഇവിടുത്തെ ആനോഡ് ആര മക്കളെ, മെഗ്നീഷ്യം അല്ലേ. ഇപ്പുറത്തെ സൈഡിൽ നിന്നാണല്ലേ നമ്മുടെ ആനോഡ് ആയിരിക്കുക. സോ അതിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെഗ്നീഷ്യം ആണ് എന്ത്, ഈ പറയുന്ന ആനോഡ്. സോ ആനോഡ് എന്താ മക്കളെ, മെഗ്നീഷ്യം ആണ് അല്ലെ. സോ ആനോഡിൽ നിന്ന് എവിടേക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞ കാഥോഡിലേക്ക് അല്ലേ. ഇവിടുത്തെ കാഥോഡ് ആരാ, സിൽവർ അല്ലേ. സോ ദ
കറണ്ട് കൊടുക്കുന്നത് മക്കളെ എവിടെ നിന്നാണ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക്. നേരെ തിരിച്ചാണ് ആരോ കൊടുക്കണേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യണേ. സോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മക്കൾ എന്താ, ഇറ്റ് ഈസ് ഫ്രം മെഗ്നീഷ്യം ടു എന്താ സിൽവർ ആണ്. കാരണം ഇവിടെ മെഗ്നീഷ്യം ആണ് നമ്മുടെ ആനോഡ്, സിൽവർ ആണ് നമ്മുടെ എന്ത് കാഥോഡ്. സോ ആനോഡായ മെഗ്നീഷ്യത്തിൽ നിന്ന് എവിടേക്കാണ് ഒഴുകുക, കാഥോഡായ സിൽവറിലേക്കാണ് ആരോ ഒഴുകുക കറണ്ട് അല്ല ഇലക്ട്രോൺ എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യാം. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് ഫ്ലോ ചെയ്യുക, കറണ്ട് എന്ത് ചെയ്യുക ഫ്ലോ ചെയ്യാം. ശരി, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ അറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ്. അതായത് ആനോഡിലും കാഥോഡിലും നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ ആണ് മക്കളെ ചോദിച്ചേക്കണേ അല്ലെ. അതായത് ഈ ഗാലവാനിക് സെല്ലിലെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ആണ് ചോദിച്ചേക്കണേ. സോ മക്കളെ ഇവിടെ കുറച്ച് കാലം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോ മക്കളെ. അറ്റ് ആനോഡ് മക്കളെ, അറ്റെന്താ ആനോഡ്. നമ്മളോട് ചോദിച്ചേക്കണത് ആനോഡിലും അതുപോലെ എന്താ കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ് ആണ് ചോദിച്ചേക്കണേ. നിങ്ങൾ മനസ്സിലാക്കുക, ആനോഡിൽ മക്കളെ എന്താ സംഭവിക്കുക, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ആനോഡിൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ, ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ മക്കളെ. ആനോഡിൽ എന്താ സംഭവിക്കുക, ഓക്സിഡേഷൻ ആയിരിക്കും റിഡക്ഷൻ ആയിരിക്കും? മക്കൾ മനസ്സിലാക്കുക, ആനോഡിൽ എപ്പോഴും നടക്കുന്നത് എന്തായിരിക്കും, ഓക്സിഡേഷൻ ആയിരിക്കും. എന്തായിരിക്കും, ഓക്സിഡേഷൻ. അത് പഠിക്കേണ്ട ഒരു എളുപ്പവഴിയുണ്ട്. ആനോഡിൽ നിങ്ങൾ എന്തെടുക്കുക, ആൻ എന്നൊരു വാക്ക് എടുക്കുക. ഓക്കെ, ഓക്സിഡേഷന്റെ എന്തെടുക്കുക, ഓക്സ് എടുക്കുക അല്ലെ. ആൻ ഓക്സ് അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ആനോഡിലെ ആനും പിന്നെന്താ ഓക്സിഡേഷന്റെ ഓക്സും. ഓക്സ് മീൻസ് കാള എന്നല്ല നമ്മൾ പറയാം. സോ ആൻ ഓക്സ് ഒരു കാള അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ആനോഡിൽ എന്താ സംഭവിക്കുക മക്കളെ, ഓക്സിഡേഷൻ. എന്താ മക്കളെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ വിട്ടു കൊടുക്കുന്നതാണെന്ന് പറയണേ ഓക്സിഡേഷൻ എന്ന് പറയണേ അല്ലെ. സോ മക്കളെ ഇവിടുത്തെ ആനോഡ് ആരാ, മെഗ്നീഷ്യം ആണെന്ന് ഇവിടുത്തെ ആനോഡ് എന്ന് പറയണേ. അപ്പൊ മെഗ്നീഷ്യം എന്ത് ചെയ്യും, മെഗ്നീഷ്യം തന്റെ കയ്യിലെ 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറും, Mg2+ ആയിട്ട് മാറും. നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. മെഗ്നീഷ്യം എന്തുകൊണ്ട് 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കണേ, കാരണം മെഗ്നീഷ്യത്തിന്റെ ബാലൻസ് എന്താ മക്കളെ 2 ആണ്. സോ മെഗ്നീഷ്യം തന്റെ കയ്യിലെ ഈ പറയുന്ന 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറി, Mg2+ ആയിട്ട് മാറി. സോ മക്കളെ മെഗ്നീഷ്യം എന്ത് ചെയ്യാണ്, മെഗ്നീഷ്യം തന്റെ കയ്യിൽ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത് എന്തായിട്ട് മാറി, ഈ പറയുന്ന Mg2+ ആയിട്ട് മാറി. ഈ മക്കളെ മെഗ്നീഷ്യം വിട്ടുകൊടുത്ത് ഈ 2 ഇലക്ട്രോൺസ് അവിടെ നിൽക്കോ ഇല്ല. മെഗ്നീഷ്യം വിട്ടുകൊടുത്ത് ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് ഈ വയറിൽ കൂടെ സഞ്ചരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന റോഡിൽ കൂടെ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തും, ഈ സൊല്യൂഷനിലേക്ക് എത്തില്ലേ. കാരണം ഈ ഇരിക്കുന്ന ഇലക്ട്രോൺസ് അവിടെ നിൽക്കത്തില്ല, അയാൾ എന്ത് ചെയ്യും, ഈ പറയുന്ന റോഡിൽ കൂടെ സഞ്ചരിച്ച് വയറിൽ കൂടെ സഞ്ചരിച്ച് എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ സൊല്യൂഷനിലേക്ക് എത്തും അല്ലെ. നിങ്ങൾ ആലോചിക്കും മക്കളെ, ഈ സൊല്യൂഷനിൽ ആരുണ്ട്, NO3 അല്ലെ. അതെങ്ങനെ അയോണൈസ് ചെയ്യുക, Ag+ഉം പിന്നെന്തുവാ NO3-ഉം. സോ മെഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ വഴി ഉണ്ടായി ഈ 2 ഇലക്ട്രോൺസ് മക്കൾ എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും മക്കളെ, ഈ വയറിൽ കൂടെ സഞ്ചരിച്ച് ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തും മക്കളെ, ഈ പറയുന്ന Ag+ലേക്ക് എത്തും അല്ലെ. മക്കളെ ഈ 2 ഇലക്ട്രോൺസിന് ആര് വാങ്ങാൻ പോവാ, Ag+ വാങ്ങാൻ പോവാ അല്ലെ. സോ അറ്റ് കാഥോഡ് മക്കളെ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ആനോഡിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും കാഥോഡിൽ എന്താ സംഭവിക്കുക, റിഡക്ഷൻ. എന്താ സംഭവിക്കുക, റിഡക്ഷൻ. അത് പഠിക്കാൻ എളുപ്പവഴി ഉണ്ടല്ലോ. എന്തോർത്താ മതി, കാഥോഡിൽ എന്തെടുക്കുക, കാറ്റ് എടുക്കാം. റിഡക്ഷന്റെ എന്തെടുക്കുക, റെഡ് എടുക്കുക എന്ന് പറഞ്ഞേ, റെഡ് കാറ്റ് എന്ന് പറഞ്ഞ മക്കളെ, റെഡ് കാറ്റ് അല്ലെ. പിന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ആൻ ഓക്സും പിന്നെന്താ റെഡ് കാറ്റും. ആനോഡിൽ ആൻ ഓക്സ് അതുപോലെ എന്താ റെഡ് കാറ്റ് അല്ലെ. ഒരു കാളയും ചുവന്ന പൂച്ചയും അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പോലെ അല്ലെ. ആനോഡിൽ ഓക്സിഡേഷനും അതുപോലെ കാഥോഡിൽ മക്കൾ എന്താ റിഡക്ഷനും അല്ലെ. എന്ന് മക്കളെ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ കൊടുക്കലാണോ വാങ്ങലാണോ, ഇലക്ട്രോണെ വാങ്ങുന്നതാണെന്ന് പറയണേ റിഡക്ഷൻ എന്ന് പറയണേ അല്ലെ. അപ്പൊ മെഗ്നീഷ്യം ഇട്ട് കൊടുത്ത ഈ 2 ഇലക്ട്രോൺസ് ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് ഈ വയറിൽ കൂടെ സഞ്ചരിച്ച് ഇവിടെ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തി, ഈ സൊല്യൂഷനിലേക്ക് എത്തി അല്ലെ. ഈ 2 ഇലക്ട്രോൺസിന് ആര് വാങ്ങും മക്കളെ, ഈ Ag+ വാങ്ങും അല്ലെ. മക്കളെ 2 Ag+ എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസിനെ വാങ്ങി എന്തായിട്ട് മാറും, 2 Ag ആയിട്ട് മാറും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും, കാഥോഡിൽ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. സോ ചുരുക്കി പറയുകയാണെങ്കിൽ മെഗ്നീഷ്യം വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺസിനെ ആര് വാങ്ങും, ഈ വയറിൽ കൂടെ സഞ്ചരിച്ച് വന്ന ഇലക്ട്രോൺ ആര് വാങ്ങും മക്കളെ, ഈ 2 Ag+ വാങ്ങിയിട്ട് റിഡക്ഷൻ നടന്ന് എന്ത് ചെയ്യും, ഈ ഉണ്ടായി Ag അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, ഈ പറയുന്ന കാഥോഡിൽ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. സോ മക്കൾ ഇതാണ് എന്ത് ആനോഡിലും അതുപോലെ എന്താ കാഥോഡിലും റിയാക്ഷൻസ്. ആനോഡില് ഓക്സിഡേഷനും അതുപോലെ എന്താ കാഥോഡില് റിഡക്ഷനും. ഇനി അവസാനത്തെ ക്വസ്റ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഇൻ വിച്ച് ഡയറക്ഷൻ ദ കറന്റ് ഫ്ലോസ് ഇൻ ദ എബോവ് ഗാൽവാനിക് സെൽ. അതായത് ഞാൻ പറഞ്ഞു മക്കളെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് എവിടേക്കാ, ആനോഡ് ടു കാഥോഡ്. അതായത് മെഗ്നീഷ്യം ടു എന്താ സിൽവർ ആണെങ്കിൽ മക്കളെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടേക്കായിരിക്കും മക്കളെ, സിൽവർ ടു എന്താ മെഗ്നീഷ്യം ആയിരിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് മക്കളെ, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്
ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. മെഗ്നീഷ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലെ, ശരിയല്ലേ? മെഗ്നീഷ്യം വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോൺസ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ സഞ്ചരിച്ച്, ഇവിടുന്ന് ഫ്ലോ ചെയ്ത് മക്കൾ ഇവിടേക്ക് പോയില്ലേ, കാഥോഡിലേക്ക് പോയില്ലേ? സോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന മക്കളെ ഈ പറഞ്ഞ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. എന്നാൽ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടോ ഇറ്റ് ഈസ് ഫ്രം എന്താ കാഥോഡ് ടു എന്താ മക്കളെ ആനോഡ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഈ പറയുന്ന ഗാലനോസിൽ പഠിച്ചു വയ്ക്കുക, റിഡക്ഷൻ നടക്കുന്നത് എവിടെ നിന്ന് പഠിച്ചു വയ്ക്കുക, ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെ നിന്ന് പഠിച്ചു വയ്ക്കുക, പിന്നെ ഈ ഗാലനസിലിന്റെ ആനോഡ് കാഥോഡിന്റെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ഓൾസോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ഇലക്ട്രോൺസ് കൊടുക്കുന്ന ദിശയും ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും, അതുപോലെ ഇതിനെപ്പറ്റി ഒരുപാട് ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ശരി. സോ മക്കളെ ഗാലോണിക്സിൽ കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ് എന്ത്, ഒന്നാമത്തെ ചാപ്റ്ററിലെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ എക്സാമിന് വരുന്ന എക്സാമിന് ഗാലോണിക്സിൽ നിർബന്ധമായിട്ട് ചോദിക്കും. ഇതിന് പുറമെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഒന്നാമത്തെ ചാപ്റ്ററിലെ നിങ്ങൾ കുറച്ച് കോൺഫിഗറേഷൻസ് ഒക്കെ തരും. എന്നിട്ട് നിങ്ങളുടെ അതിനെ ബേസ് ചെയ്തിട്ട് സെയിം ഗ്രൂപ്പ്, സെയിം പീരീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അത് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം നന്നായിട്ട്. സോ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോണേ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂടാ. ഇതാണ് ക്വസ്റ്റ്യൻ. ദ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സെർട്ടൻ എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. അതായത് കുറച്ച് എലമെന്റുകളുടെ സബ്സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് എമംഗ് ദീസ് ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് അല്ലെ. അതായത് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെന്റുകൾ ആരാണെന്ന് ചോദിച്ചേക്കണേ. ആൻഡ് ഓൾസോ വിച്ച് എമംഗ് ദീസ് ബിലോങ്സ് ടു സെയിം പീരീഡ്. What will be the oxidation number of element B? അതായത് ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ വിച്ച് എമംഗ് ദം ഷോ വേരിയബിൾ വാലൻസി. സോ നമുക്ക് ഓരോ ക്വസ്റ്റിനും 1 by 1 ഡിസ്കസ് ചെയ്യാം. മക്കളെ നമുക്കറിയാം, ഒന്നാമത്തെ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എയുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെയാ, 3D അല്ലെ. വിച്ച് മീൻസ് അയാൾ ഏത് ബ്ലോക്ക് എലമെന്റ്, അയാളൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ. അയാളൊരു എന്ത് എലമെന്റ് മക്കളെ, അയാളൊരു ഡി ബ്ലോക്ക് എന്താണ് എലമെന്റ് ആണ്. അയാളുടെ ബ്ലോക്ക് മനസ്സിലായാലോ, അയാളുടെ ബ്ലോക്ക് ഏതാ, ഡി ബ്ലോക്ക് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രൂപ്പ്, പീരീഡ്, വാലൻസി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താ, അവരുടെ ബ്ലോക്കാണ്. ബ്ലോക്ക് കിട്ടിയാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായാലും ഈ പറയുന്ന പീരീഡ് കണ്ടുപിടിക്കാനായാലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റ് മക്കൾ എന്താണ്, അവരുടെ ബ്ലോക്കാണ്. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് നോക്കിയാൽ മതി. 3D എന്ന് കണ്ടാൽ മക്കൾ ഉറപ്പിച്ചോ, അത് ഏതാ, ഡി ബ്ലോക്കാണ്. 3D എന്നൊരു പോയിന്റ് എന്നൊരു ഇത് കണ്ട, ആ ഒരു കോൺഫിഗറേഷൻ നിങ്ങൾ കണ്ട മക്കളെ, നിങ്ങൾ ഒന്നും നോക്കണ്ട, അത് ഏതാ, ഡി ബ്ലോക്ക് ആണ്. സോ 4:3D1 3D എന്ന് കണ്ടാൽ ഉറപ്പിച്ചു മക്കളെ ഏത് ബ്ലോക്കാ, ഡി ബ്ലോക്ക് ആണ്. ഇനി നിങ്ങൾ ബാക്കി 2 എലമെന്റുകൾ അതായത് ബിയും സിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2 ആൾക്കാരുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് രണ്ടാമത്തെ ബിയുടെ 3s-ലും അതുപോലെ സിയുടെ എന്താ മക്കളെ 4s-ലാണ്. 2 ആളുടെയും അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് മക്കളെ എവിടെയാണ്, ഈ പറയുന്ന എസ് സബ്സെല്ലാണ്. അങ്ങനെയെങ്കിൽ ഈ 2 ആൾക്കാരുടെ മക്കളെ ഏത് ബ്ലോക്കാ, അയാള് എസ് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞ മക്കളെ ഏത് ബ്ലോക്കാ, എസ് ബ്ലോക്ക് ആണ്. സോ ഒന്നാമത്തെ എലമെന്റ് എന്ത് ബ്ലോക്കാ, ഡി ബ്ലോക്ക് ആണെന്ന് കിട്ടി. രണ്ടാമത്തെയും മൂന്നാമത്തെ എലമെന്റ് മക്കളെ ഏത് ബ്ലോക്കാ, എസ് ബ്ലോക്ക് ആണ്. ഇനി 4ാമത്തെ ബ്ലോക്ക് മക്കളെ, 4ാമത്തെ ഗ്രൂപ്പിൽ 4ാമത്തെ എലമെന്റിന്റെ ബ്ലോക്ക് ഏതാ മക്കളെ, ഇയാളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് എവിടെ, 3p അല്ലേ. ഇയാളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത് 3p ആണ്. അതുകൊണ്ട് ഇയാൾ ഏത് ബ്ലോക്ക് മക്കളെ, പി ബ്ലോക്ക് ആണ്. സോ 3 ഡിഫറെന്റ് ബ്ലോക്കിലുള്ള എലമെന്റ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കണേ. ആദ്യത്തെ ആള് ഡി ബ്ലോക്ക് ആണ്, പിന്നെ ബിയും സിയും ബാക്കി 2 എലമെന്റുകൾ ഏതാ, എസ് ബ്ലോക്ക് ആണ്. അവസാനത്തെ എലമെന്റ് ഏതാ മക്കളെ, പി ബ്ലോക്ക് ആണ് അല്ലെ. ഇനി വിച്ച് എമംഗ് ദീസ് ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് അല്ലെ. മക്കളെ നമുക്കറിയാം സെയിം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ബ്ലോക്ക് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം ഫസ്റ്റ് തന്നെ അല്ലെ. ഇവിടെ ബ്ലോക്ക് സെയിം ആയിട്ടുള്ള 2 ആൾക്കാരുള്ളവരൊക്കെയാ, ഒന്ന് ബിയും സിയും അല്ലെ. സോ മക്കളെ ബി ഒന്ന് എടുത്ത് എഴുതാണ്, ബി അല്ലെ. അയാളുടെ കോൺഫിഗറേഷൻ നമ്മൾ എടുത്ത് എഴുതാണെങ്കിൽ നിയോൺ എന്ത് വരും, നിയോൺ 3s1 എന്ന് വരും. അതുപോലെ 3ാമത്തെ സി എടുത്തോ ഏതാണെങ്കിൽ എന്ത് വരും, ആർഗൺ എന്ത് വരും, 4s1 എന്ന് വരും അല്ലെ. 2 ആളുടെ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന മക്കൾ ഏതാണ്, എസ്സിലാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം മക്കളെ. എസ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമടി, അയാളുടെ അവസാനത്തെ എസ് സബ്സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതന്നെ അയാളുടെ എന്ന് പറയണേ ഗ്രൂപ്പ് എന്ന് പറയണേ. എസ് ബ്ലോക്ക് ആണെങ്കിൽ എങ്ങനെ മക്കളെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അയാളുടെ അവസാനത്തെ എസ് സബ്സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക അല്ലെ. ഈ 2 എലമെന്റുകളുടെയും അവസാനത്തെ സെല്ലിൽ മക്കൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇവരുടെ 2 ആളുടെ അവസാനത്തെ സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഈ പറയുന്ന ഇവരുടെ 2 ആളുടെയും അവസാനത്തെ സെല്ലിൽ മക്കൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. സോറി 2 അല്ല, 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഇവരുടെ ബ്ലോക്ക് സെയിം ആണ്. ഇനി ഇവരുടെ ഗ്രൂപ്പ് എന്തായിരിക്കും വരാ, ഈ 2 ആളുടെയും ഈ പറയുന്ന അവസാനത്തെ സബ്സിൽ ഓരോ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പ് എന്താ, 1 ആണ്. സോ ഇവരുടെ
ഒരേ ഗ്രൂപ്പ് വരുന്ന ആൾക്കാർ മക്കളെ ഈ ക്വസ്റ്റ്യൻ ആരാണ്? അത് ബി ആൻഡ് എന്താണ് സി ആണ്. അവർ ഒരേ ബ്ലോക്ക് മാത്രമല്ല, അവരുടെ എന്തും കൂടി സെയിം ആണ് മക്കളെ, ഗ്രൂപ്പും കൂടി എന്താണ് സെയിം ആണ്. ഒന്നുകൂടി പറയാണ് മക്കളെ, എസ് ബ്ലോക്ക് ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അവരുടെ അവസാനത്തെ എസ് സബ്സെല്ലിലുള്ള എന്തിനാണ് എടുത്തു നോക്കുക? ഇലക്ട്രോണിനെ എടുത്തു നോക്കുക അല്ലെ. ഈ രണ്ടാളുടെയും അവസാനത്തെ എസ് സബ്സെൽ ഒന്ന് 3s ഒന്ന് 4s ആണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇവരുടെ അവസാനത്തെ എസ് സബ്സെല്ലുള്ള ഇലക്ട്രോൺ എണ്ണം സെയിം അല്ലേ, അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പ് 1 ആയിരിക്കും, ഗ്രൂപ്പ് സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? ഗ്രൂപ്പ് സെയിം ആയിട്ടുള്ള ആൾക്കാരെ കിട്ടി. ഈ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ വിച്ച് among these belongs to സെയിം പീരീഡ് അല്ലെ, സെയിം പീരീഡ് വരുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചേക്കണേ അല്ലെ. മക്കളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെയും അതുപോലെ തന്നെ എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് ഏതാണ്? എ ആർഗൺ 4s2 3d1. അതുപോലെ തന്നെ ഈ പറയുന്ന സി അയാളുടെ ആർഗൺ അതുപോലെ തന്നെ എന്താ 4s1. മക്കളെ നിങ്ങൾ മനസ്സിലാക്കാം, ഡി ബ്ലോക്ക് എലമെന്റിന്റെ അവസാനത്തെ ഇലക്ട്രോൺ ഈ പറയുന്ന പോണത് 3D ആണെങ്കിലും മനസ്സിലാക്കാം ഈ പറയുന്ന ഇയാളുടെ പീരീഡ് മക്കൾ എപ്പോഴും എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം ഇയാളുടെ അവസാനത്തെ സെല്ല് എന്ന് പറയുന്നത് സബ് സെല്ല് അല്ലെങ്കിൽ സെല്ല് 4ാമത്തെ സെല്ലാണ്. അതുകൊണ്ട് ഇയാൾ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് ഞാൻ പറഞ്ഞു, ഇയാളുടെ ബ്ലോക്ക് മക്കൾ എന്താണ്? 4s ന്റെ ഷെൽ നമ്പർ എടുക്കുക. 4s ന്റെ ഷെൽ നമ്പർ 4 അല്ലേ, സോ ഇയാളുടെ പീരീഡ് മക്കൾ എന്തായിരിക്കും? 4 ആയിരിക്കും. അതുപോലെ തന്നെ സി ഇയാളുടെ ഷെൽ നമ്പർ മക്കളെ അവസാനത്തെ സബ് സെല്ലിന്റെ ഷെൽ നമ്പർ 4 അല്ലേ, ഇയാളുടെ പീരീഡ് മക്കൾ എന്തായിരിക്കും? 4 ആയിരിക്കും. മക്കൾ എങ്ങനെ പീരീഡ് കണ്ടുപിടിക്കണേ? നമുക്കറിയാം, ഒരു എലമെന്റിന്റെ അവസാനത്തെ സബ്സെൽ ഏതാണോ അതിന്റെ ഷെൽ നമ്പർ ആണ് എന്ന് പറയണേ പീരീഡ് എന്ന് പറയണേ. ഈ പറഞ്ഞ ഈ രണ്ട് ആൾക്കാരുടെയും അവസാനത്തെ സബ്സെല്ല് 4s ആണ്. അതായത് ഡി ബ്ലോക്ക് ആണെങ്കിലും ഇയാളുടെ അവസാനത്തെ സബ്സെല്ല് 4s ആണ്, ഇയാളുടെ 4s ആണ്. രണ്ടാളുടെയും 4s ആയതുകൊണ്ട് അവരുടെ ഷെൽ നമ്പർ എന്തായിരിക്കും? 4 ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് എലമെന്റ് മക്കൾ എന്തായിരിക്കും? ഒരേ പീരീഡ് ആയിരിക്കും. ഇവർക്ക് പുറമെ നമുക്കറിയാം ബിയും ഡിയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബിയുടെ കോൺഫിഗറേഷൻ എടുത്തതാണ്. ബിയുടെ കോൺഫിഗറേഷൻ നിയോൺ 4s1. പിന്നെ ഡിയുടെ കോൺഫിഗറേഷൻ എന്താ മക്കളെ? നിയോൺ 3s2 3p5. മക്കളെ ബി അല്ല, സോറി, ബിയുടെ നിയോൺ 3s1 കേട്ടോ. ബിയുടെ നിയോൺ 3s1 ആൻഡ് ഓൾസോ ഡിയുടെ നിയോൺ 3s2 3p5. മക്കളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാൾക്കാരുടെയും അവസാനത്തെ സബ്സെൽ ഒരാളുടെ 3s ഒരാളുടെ 3p ആണ്. വിഷയമല്ല, ഈ രണ്ടാളുടെയും അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന സബ്സെൽ എസും ബി ആണെങ്കിലും അവരുടെ ഷെൽ നമ്പർ നോക്കി, ഇയാളുടെ 3യും ഇയാളുടെ 3 അല്ലേ. മക്കൾ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന സബ്സെല്ലിന്റെ ഷെൽ നമ്പർ എന്താണോ അതല്ലേ പീരീഡ് എന്ന് പറയണേ. സോ ഈ രണ്ടാൾക്കാരുടെയും മക്കളെ ഷെൽ നമ്പർ എന്താ? 3 ആണല്ലോ. അവസാനത്തെ സബ്സെല്ലിന്റെ ഷെൽ നമ്പർ 3 ആണല്ലോ. സോ ഇവരുടെ പീരീഡ് മക്കൾ എന്തായിരിക്കും? ഇയാളുടെ 3 ആയിരിക്കും, ഇയാളുടെ 3 ആയിരിക്കും. എന്തായിരിക്കും? രണ്ടാളുടെ പീരീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ഒരേ പീരീഡ് വരുന്ന എലമെന്റ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഓപ്ഷൻ ആയിട്ട് എയും സിയും എഴുതാം, ആൻഡ് ഓൾസോ എന്ത് എഴുതാം? ബിയും ഡിയും എഴുതാം. അതായത് എയുടെയും സിയുടെയും അവസാനത്തെ സെൽ നമ്പർ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 4s-ന്റെയും 4 ആണ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ബിയുടെയും ഡി നോക്കുകയാണെങ്കിൽ ഒരാളുടെ 3s ഒരാളുടെ 3p ആണ് അവസാനത്തെ സെല്ലുകൾ. അവരുടെ സെൽ നമ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. സോ അവരുടെ പീരീഡ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. സോ മക്കൾ ഒരേ പീരീഡ് വരുന്ന എലമെന്റുകളുടെ ഇത് നോക്കുകയാണെങ്കിൽ അവിടെ എയും സിയും അതുപോലെ ബിയും ഡിയും ഉത്തരമായിട്ട് വരാം. ശരി, ഈ മക്കൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെന്റ് ബി അല്ലെ. ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ ചോദിച്ചേക്കണേ അല്ലെ. സോ മക്കൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബി അല്ലെ, ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിക്കുകയാണെങ്കിൽ എന്താ വന്നേക്കണേ? നിയോൺ എന്താ 3s1 അല്ലെ. ഇയാളുടെ അവസാനത്തെ സബ്സെല്ല് മക്കളെ ഏതാ? 3s1 ആണ് അല്ലെ. മക്കളെ എസ് ബ്ലോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇയാളുടെ ബ്ലോക്ക് നമുക്ക് എന്ത് കിട്ടി? ഇയാളുടെ ബ്ലോക്ക് എന്താ മക്കളെ? ഇയാളുടെ ബ്ലോക്ക് എന്താ? എസ് ആണ്. ഈ സെൽ നമ്പർ എന്താ മക്കളെ? പീരീഡ് 3 അല്ലേ വരാ? ഷെൽ നമ്പർ 3 അല്ലേ. സോ പീരീഡ് മക്കൾ എന്തായിരിക്കും വരാ? 3 ആയിരിക്കും. ആൻഡ് ഓൾസോ ഇയാളുടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മക്കളെ? ഒരു ഇലക്ട്രോൺ അല്ലേ. അപ്പൊ ഇയാളുടെ ഗ്രൂപ്പ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതൊരു കോഡ് പോലെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ആലോചിക്കേ, PBG PUBG നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇയാളുടെ ബ്ലോക്ക് എന്തായിരിക്കും? ബി ആയിരിക്കും അല്ലെ. ഗ്രൂപ്പ് എസ് ബ്ലോക്ക് ആണല്ലോ. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഇയാളുടെ ബ്ലോക്ക് എന്തായിരിക്കും? എസ് ആയിരിക്കും. ഇനി പീരീഡ് മക്കളെ ഇയാളുടെ അവസാനത്തെ സെൽ നമ്പർ എന്താ? ഷെൽ നമ്പർ എന്താ? 3 അല്ലേ. സോ ഇയാളുടെ പീരീഡ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി ആ ഒരു
ആ ഒരു എലമെന്റിന്റെ അവസാനത്തെ എസ് സബ്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ. അപ്പൊ അയാളുടെ എസ് ബ്ലോക്ക് ആണെങ്കിൽ അയാളുടെ ഗ്രൂപ്പ് എന്തായിരിക്കും? അവസാനത്തെ എസ് സബ്ഷനിൽ ഇലക്ട്രോൺ ഉണ്ടായിരിക്കില്ലേ? സോ അയാളുടെ ഗ്രൂപ്പ് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലെ. സോ മക്കൾ ഇത് കോഡ് പോലെ പഠിച്ചു വെക്കാട്ടോ. പബ്ജി അല്ലെ. പി എന്ന് പറയുന്ന പീരീഡ് ഷെൽ നമ്പർ 3 എന്ന് കിട്ടി. ബ്ലോക്ക് എസ് ആണ്, അതിന്റെ ഗ്രൂപ്പ് എന്താ? ജി ആണ്. ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാട്ടോ. ഈ മക്കൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഗ്രൂപ്പ് 1 ആണെങ്കിൽ എന്താ മക്കളെ? ഗ്രൂപ്പ് 1 ആണെങ്കിൽ അവരുടെ വാലൻസി എന്തായിരിക്കും? സംയോജകത എന്തായിരിക്കും? വാലൻസി 1 ആയിരിക്കും. മക്കളെ വാലൻസി എന്തായിരിക്കും? 1 ആയിരിക്കും. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കൾ എന്തായിരിക്കും? +1 ആയിരിക്കും. ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം, നിങ്ങൾ വാലൻസിക്ക് എന്തിടും? ചാർജ് ഇടും. മക്കളെ മനസ്സിലാക്കുക, വാലൻസി എന്താ മക്കളെ? ഇലക്ട്രോണെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന എണ്ണമാണ് വാലൻസി. ഒരു എലമെന്റ് കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് മക്കൾ എന്ന് പറയണേ വാലൻസി. ഈ കൊടുക്കുന്ന എണ്ണത്തിന് ചാർജിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ മക്കളെ വാലൻസിക്ക് എന്തിന്റെ ആവശ്യമില്ല? ചാർജിന്റെ ആവശ്യമില്ല. സോ വാലൻസി 1 ആണ്, അത് ചാർജിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കളെ എന്തായിരിക്കും? +1 ആയിരിക്കും. എന്തായിരിക്കും മക്കളെ? +1 ആയിരിക്കും. സോ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ മെയിൻ എക്സാമിന് വാലൻസിക്ക് ചാർജ് ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങളുടെ പോവും. കാരണം വാലൻസിക്ക് എന്തിന്റെ ആവശ്യമില്ല? ചാർജിന്റെ ആവശ്യമില്ല. പക്ഷെ ഓക്സിഡേഷൻ നമ്പർ ചോദിക്കുകയാണെങ്കിൽ ആ വാലൻസിക്ക് ഒപ്പം എന്ത് ചെയ്യുക? ഒരു ചാർജ് ഇട്ട് കൊടുക്കാം. ഇവിടെ വാലൻസി 1 ആണ്, എന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കൾ എന്താണ്? +1 ആണ്. സോ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ എല്ലാവരുടെയും വാലൻസി മക്കളെ 1 ആയിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും മക്കളെ? +1 ആയിരിക്കും. ഈ ബി എന്ന് പറയുന്ന എലമെന്റ് അല്ലെ, ഇയാളുടെ ഗ്രൂപ്പ് നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അതുകൊണ്ട് അയാളുടെ വാലൻസ് എന്താ? 1 ആണ്. അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കൾ എന്താണ്? +1 ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, വാലൻസി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചാർജ് ഇട്ട് എഴുതാൻ പാടില്ല കേട്ടോ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിർബന്ധമായിട്ട് എന്ത് കാണിച്ചിരിക്കണം? ചാർജ് നിങ്ങൾ കാണിച്ചിരിക്കണം. ഈ മക്കളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following show variable valency? അതായത് വ്യത്യസ്ത സംയോജകത കാണിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചേക്കണേ. ഇതെന്നറിയാം മക്കളെ, 3 ബ്ലോക്കിൽ SPD and F ഉണ്ട്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, SPD തന്നെയാണ് അല്ലെ. ഇത്തരം പഠിച്ചാൽ വ്യത്യസ്ത വാലൻസി, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലമെന്റ്സ് മക്കളെ എസ് ബ്ലോക്ക് ആണോ? അല്ല. പി ബ്ലോക്ക് ആണോ? അല്ല. പിന്നെ ഏത് ബ്ലോക്കാ? ഡി ബ്ലോക്ക് ആണ് അല്ലെ. ഡി ബ്ലോക്ക് മാത്രമല്ല എഫ് ബ്ലോക്ക് ഉണ്ട്. എന്നിരുന്നാലും മക്കളെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എഫ് ബ്ലോക്ക് ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? ഡി ബ്ലോക്ക് ഉള്ളൂ. സോ SPD ഈ 3 ബ്ലോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേരിയബിൾ ബാലൻസി കാണിക്കുന്ന ആളാരെ മക്കളെ? ഡി ബ്ലോക്ക് എലമെന്റ് ആണല്ലോ. ഈ തന്നിരിക്കുന്നില്ല ഡി ബ്ലോക്ക് ഏതാ മക്കളെ? ആദ്യത്തെ ആളല്ലേ? എ അല്ലേ. സോ ഇവിടെ വ്യത്യസ്ത ബാലൻസി, അതായത് വേരിയിങ് ബാലൻസി കാണിക്കുന്ന ആളാരെ മക്കളെ? എ ആണ്. സോ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന മക്കളെ എന്താണ്? വേരിയബിൾ ബാലൻസി കാണിക്കുന്ന ആള് ആരെന്ന് ചോദിച്ചേക്കണേ. മക്കളെ വേരിയബിൾ ബാലൻസി കാണിക്കുന്ന എലമെന്റ് ഏതാ? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ആ ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ഉള്ളൂ. അതുകൊണ്ട് ആൻസർ എന്താണ് വരാ? ആദ്യത്തെ എലമെന്റ് എന്ത് വരും? എ എന്ന് വരും. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് നിങ്ങളോട് ഈ പറയുന്ന ബാലൻസി, അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിന്നെ ഗ്രൂപ്പ്, പീരീഡ്, അങ്ങനെ പലതും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തതായിട്ട് മക്കളെ എല്ലാ കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു ടോപ്പിക് ആണ് എന്ത്? മോൾ കോൺസെപ്റ്റ്. സോ മോൾ കോൺസെപ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കണേ. സോ മക്കളെ ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ? കുറച്ച് സാമ്പിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 56 gram നൈട്രജൻ, 90 gram വാട്ടർ, 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് at STP ആൻഡ് ഓൾസോ 100 gram എന്താ? NaOH. സോ മക്കളെ മനസ്സിലാകാം, ഈ ക്വസ്റ്റ്യൻ മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. സോ മക്കളെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചോ. അതിന് മുമ്പ് മക്കളെ ഞാൻ കുറച്ച് എലമെന്റുകളുടെ ആറ്റം നമ്പർ ഒന്ന് എഴുതുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാം എന്ത് തന്നില്ല? മോൾ കോൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ എന്ത് തന്നിരുന്നില്ല? ആറ്റം നമ്പർ തന്നിരുന്നില്ല. സോ ആറ്റോമിക് നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ശ്രദ്ധിച്ചോ മക്കളെ. നമ്മുടെ പീരിയോഡ് ടേബിളില് ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ മക്കൾ എന്താണ്? 1 ആണ്. 1 AMU അല്ലെങ്കിൽ 1 ആണ് കേട്ടോ. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്താ? ആറ്റോമിക് നമ്പർ അല്ല വേണ്ടത്, നമുക്ക് ആറ്റോമിക് മാസ് ആണോ വേണ്ടേ? ആറ്റോമിക് നമ്പർ നമുക്ക് അറിയാം, ആറ്റോമിക് മാസ് ആണ് വേണ്ടേ. ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 AMU അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ മതി. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ അല്ല, ആറ്റോമിക് മാസ് ആണ്. ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ് മക്കൾ എത്രയാ? 2 + 2 4 ആണ് കേട്ടോ. 4 AMU ആണ് ഹീലിയത്തിന്റെ ആറ്റോമിക് മാസ്. പിന്നെ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ കാർബണിന്റെ 12 ആണ്, നൈട്രജന്റെ 14 ആണ്, ഓക്സിജന്റെ 16 ആണ്, സോഡിയത്തിന്റെ മക്കൾ എത്ര? 23 ആണ്. ഇനി
24 നമുക്ക് വേണ്ട കുറച്ച് എലമെന്റുകളുടെ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് എലമെന്റുകൾ ഉണ്ട്, എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റുകളുടെ മാസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സോഡിയം, മഗ്നീഷ്യം. പിന്നെ അത് കഴിഞ്ഞാൽ സൾഫർ 32 ക്ലോറിൻ 35.5 ആൻഡ് ഓൾസോ സോഡിയം അല്ല, സോഡിയം എഴുതി നമ്മൾ കാൽഷ്യം 40 ആണ്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്രയും ആൾക്കാരുടെ ഈ പറയുന്ന ആറ്റോമിക് മാസ് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ എക്സാമിന് ഈ പറയുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിന്റെ ചോദ്യം ചോദിച്ചാൽ ആറ്റോമിക് മാസ് തരണം നിർബന്ധമില്ല. നിങ്ങളുടെ ചില എക്സാമിന് ഈ പറയുന്ന ആറ്റോമിക് മാസ് തരാത്ത ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ ആറ്റോമിക് മാസ് ഇത്ര ആൾക്കാരാണ് 112 എലമെന്റ്സ് നമ്മുടെ പീരിയോഡ് ടേബിളിൽ ഉണ്ട്. അത്ര ആളൊന്നും പഠിക്കണ്ട. നിങ്ങൾ ഈ 10-12 ആണ് എന്ത് പഠിച്ചു വയ്ക്കുക, ആറ്റോമിക് മാസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചു വയ്ക്കാം. ശരി, ഈ മക്കളെ തന്നിരിക്കുന്ന ഓരോ ആൾക്കാരിൽ എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് ഈ പറയുന്ന മോൾസ് കണ്ടുപിടിക്കാം കേട്ടോ. മക്കൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ 56 ഗ്രാം എന്താണ്, നൈട്രജൻ ആണ് അല്ലെ. 56 ഗ്രാമിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് വിച്ച് മീൻസ് നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചേക്കണേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആറ്റംസ് ആയിക്കോട്ടെ, ചോദിച്ചേക്കുന്നത് മക്കൾ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യനില് അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 56 ഗ്രാം നൈട്രജൻ, 56 ഗ്രാം അല്ലെ. മക്കളെ ഗ്രാം എന്താ, എന്തിന്റെ യൂണിറ്റാ, മാസ്, വെയിറ്റിന്റെ യൂണിറ്റ് ആണെന്ന് പറയണേ ഗ്രാം എന്ന് പറയണേ അല്ലെ. മക്കളെ ഗ്രാം തന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ പഠിച്ചാണേ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മക്കൾ എന്താ പഠിച്ചാണേ, എന്ന് പറഞ്ഞ മക്കളെ ഗിവൺ മാസ് ബൈ എന്താ, ഒന്നില്ലെങ്കിൽ എന്താ GAM. ആറ്റം ആണെങ്കിൽ എലമെന്റ് ആണെങ്കിൽ എന്തെടുക്കുക, GAM എന്ന് എടുക്കുക. ഈ മോളിക്കൂൾ ആണെങ്കിൽ എന്തെടുക്കുക, GMM അല്ലെ. ആറ്റം ആണെങ്കിൽ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് എടുക്കുക, മോളിക്കൂൾ ആണെങ്കിലോ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് എടുക്കുക അല്ലെ. സോ മക്കളെ മാസ് അവരുടെ ഭാരം തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ആൾക്കാരുടെ ഗിവൺ മാസിനെ, തന്നിരിക്കുന്ന ആൾക്കാരുടെ മാസിനെ നിങ്ങൾ എന്തുകൊണ്ട് ഹരിക്കുക, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, എലമെന്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അവരുടെ ഗ്രാം ആറ്റോമിക് മാസ് കൊണ്ടും, മോളിക്കൂൾ ആണെങ്കിലോ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഈ മക്കളെ തന്നിരിക്കുന്ന ആള് ആറ്റം ആണോ മോളിക്കൂൾ എന്നുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് വേണം കേട്ടോ. കാരണം നമുക്കത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വോൾ ആൻസർ തെറ്റിപ്പോ. സോ ഇതിലേക്ക് വരികയാണെങ്കിൽ മക്കളെ 56 ഗ്രാം നൈട്രജൻ ആണ് അല്ലെ. N2 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. N2 2 നൈട്രജൻ വിച്ച് മീൻസ് അയാൾ എന്താ മക്കളെ, മോളിക്യൂൾ ആണ് അല്ലെ. നിങ്ങൾക്കറിയാം മക്കളെ, ഈ പറയുന്ന നൈട്രജന്റെ മോളിക്കുലർ മാസ് എന്താണ്, നൈട്രജന്റെ മോളിക്കുലർ മാസ് ഒന്ന് പറഞ്ഞ മക്കളെ, എന്താ നമ്മുടെ നൈട്രജന്റെ മോളിക്കുലർ മാസ്, ഒരു നൈട്രജന്റെ 14 അല്ലെ. ഒരു നൈട്രജന്റെ മോളിക്കുലർ മാസ് മക്കൾ എത്ര, 14. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്, ഒരു നൈട്രജന്റെ മോളിക്കുലർ മാസ് 14 ആണെങ്കിൽ 2 നൈട്രജന്റെ മോളിക്കുലർ മാസ് മക്കൾ എന്തായിരിക്കും, 14 × 2 എന്താ പറയാ, 28 AMU. ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഒരു നൈട്രജന്റെ മാസ് 28 ഒരു നൈട്രജൻ മോളിക്കൂളിന്റെ മാസ് മക്കൾ എത്ര, 28 AMU. അങ്ങനെയെങ്കിൽ അയാളുടെ ഗ്രാം മോളിക്കുലർ മാസ് മക്കൾ എന്താ, 28 എന്തായിരിക്കും, ഗ്രാം ആയിരിക്കും. ഇത് മനസ്സിലാക്കാം. ഒരു മോളിക്കൂളിന്റെ മാസ് AMU പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ മാറാണ്ട് അത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ആ മാസിനല്ലേ മക്കളെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയണേ. നിങ്ങൾ ആലോചിക്കും മക്കളെ, ഒരു മോളിക്കൂളിന്റെ AMUലുള്ള മാസിനെ വാല്യൂ മാറാണ്ട് എന്തിന് പറയുകയാണെങ്കിൽ, ഗ്രാമിൽ പറയുകയാണെങ്കിൽ ആ മാസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. സോ മക്കളെ ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ് നമുക്ക് എന്ത് കിട്ടി, 28 ഗ്രാം എന്ന് കിട്ടി. ഇനി എളുപ്പല്ലേ, ഇട്ട് കൊടുത്താൽ പോരെ മക്കളെ. അപ്പൊ എന്താ പറയാ, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മക്കളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഇക്വേഷൻ, തന്നിരിക്കുന്ന മാസ് അല്ലെ, ഗിവൺ മാസ് ബൈ ഇത് ആറ്റം ആണോ മോളിക്കൂൾ ആണോ, മോളിക്കൂൾ ആണ് അല്ലെ. സോ തന്നിരിക്കുന്ന മാസ് എത്രയാ, 56 ഗ്രാം അല്ലേ. 56 ഡിവൈഡഡ് ബൈ മക്കളെ ഈ പറയുന്ന നൈട്രജന്റെ ഗ്രാം മോളിക്കുലർ മാസ് കിട്ടിയില്ലേ, എത്ര, 28. നമുക്കറിയാം 56 28 എത്ര വട്ടം പോവും, 2 വട്ടം പോവില്ലേ. സോ 56 ഗ്രാം നൈട്രജൻ മോളിക്കൂളിൽ എത്ര മോൾസ് ഉണ്ട്, 2 മോൾസ് ഉണ്ട്. എത്ര മോൾസ് ഉണ്ട്, 2 മോൾസ്. സോ മക്കളെ മനസ്സിലാക്കുക, നമ്പർ ഓഫ് മോൾസിന്റെ ഒന്നാമത്തെ മെയിൻ ഇക്വേഷൻ ആണ് എന്ത്, മാസ്. ഗിവൺ മാസ് തന്നു കഴിഞ്ഞാൽ മക്കളെ കണ്ടുപിടിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് എന്ത്, തന്നിരിക്കുന്ന മാസിനെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അയാളുടെ ആറ്റം ആണെങ്കിൽ എലമെന്റ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഗ്രാം ആറ്റമിക് മാസ് കൊണ്ടോ അല്ലെങ്കിൽ മോളിക്കൂൾ ആണെങ്കിലോ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ടോ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മാസ് 56 ആണ് നൈട്രജന്റെ. 56 ഡിവൈഡഡ് ബൈ മക്കളെ നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാ, 28 AMU. അങ്ങനെയെങ്കിൽ നൈട്രജന്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്രയായിരിക്കും, 28 ഗ്രാം ആയിരിക്കും. സോ 56 ഡിവൈഡ് ബൈ എന്താ, 28. എന്താ ആൻസർ കിട്ടി, 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നൈട്രജന്റെ കിട്ടി. ഈ മക്കളെ 90 ഗ്രാം വാട്ടർ അല്ലേ,
ഓക്കെ 90 ഗ്രാം വാട്ടർ അല്ലെ വാട്ടർ 90 ഗ്രാം വാട്ടറിലുള്ള എന്ത് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം അഗെയിൻ മക്കളെ തന്നിരിക്കുന്നത് എന്താണ് ഗ്രാം ആണല്ലോ വെയിറ്റ് ആണ് മക്കളെ ഒന്നുകൂടി പറയുകയാണെ നമ്പർ ഓഫ് മോൾസ് വെയിറ്റ് മാസ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടുക ഗിവൺ മാസ് മക്കൾ ഇത് പഠിച്ചു പോട്ടോ കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത് നമ്പർ ഓഫ് മോൾസിന്റെ കണക്ക് കേട്ടോ സോ ആ ഒരു ഇക്വേഷൻ പഠിച്ചു പോണേ ഗിവൺ മാസ് ബൈ ഞാനിപ്പോ ഇവിടെ എന്ത് എഴുതാനുള്ളൂ GMM എന്ന് എഴുതാനുള്ളൂ കാരണം വാട്ടർ മോളിക്കൂൾ ആണ് സംശയമൊന്നുമില്ല ഹൈഡ്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് മോളിക്കൂൾ ആണ് അല്ലെ ഗിവൺ മാസ് ബൈ എന്താ GMM മക്കളെ വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞേ അങ്ങനെ കിട്ടുക വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞേ വാട്ടറിന്റെ മോളിക്കുലർ മാസ് ഒരു ഹൈഡ്രജന്റെ നേരത്തെ ഞാൻ ബോർഡിൽ എഴുതിയിരുന്നല്ലോ ഹൈഡ്രജന്റെ മാസ് തരാം മക്കളെ ഒന്നല്ലേ ഹൈഡ്രജന്റെ മാസ് മക്കളെ എത്രയാ ഒന്നാണ് അല്ലെ സോ ഒന്ന് നോക്കിയേ ഒരു ഹൈഡ്രജന്റെ മാസ് ആണ് ഒന്ന് അപ്പൊ രണ്ട് ഹൈഡ്രജന്റെ മാസ് എന്തായിരിക്കും രണ്ടായിരിക്കില്ലേ ആലോചിക്കും മക്കളെ ഒരു ഹൈഡ്രജന്റെ മാസ് 1 AMU ഇപ്പൊ രണ്ട് ഹൈഡ്രജന്റെ മാസ് വാട്ടറിൽ രണ്ട് ഹൈഡ്രജൻ അല്ലേ രണ്ട് ഹൈഡ്രജന്റെ മാസ് എന്തായിരിക്കും 2 AMU ആയിരിക്കില്ലേ സോ 2 പ്ലസ് ഓക്സിജന്റെ മാസോ 16 നോക്കി ഞാൻ നേരത്തെ എഴുതിയല്ലേ നോക്കിയേ 16 കേട്ടോ ഓക്സിജന്റെ മാസ് മക്കൾ എത്രയാ 16 അല്ലെ 2 പ്ലസ് 16 എത്രയാ 18 AMU അങ്ങനെങ്കിൽ അയാളുടെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാടാ 18 AMU ആണ് അയാളുടെ മോളിക്കുലർ മാസ് എങ്കിൽ അയാളുടെ ഗ്രാം മോളിക്കുലർ മാസ് എന്തായിരിക്കും 18 ഗ്രാം ആയിരിക്കും അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്താ വരാ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മക്കളെ തന്നിരിക്കുന്ന മാസം എത്രയാ 90 അല്ലേ ഗിവൺ മാസം 90 അല്ലേ 90 അല്ലേ 90 ബൈ GMM അല്ലെ വാട്ടറിന്റെ GMM എത്രയാ 18 സോ 90 18 എത്ര വട്ടം പോവും 5 വട്ടം പോവും സോ നമ്പർ മോൾസ് എന്ത് കിട്ടി 5 എന്ന് കിട്ടി സോ 90 ഗ്രാം വാട്ടർ എത്ര മോൾസ് ഉണ്ട് 5 മോൾസ് ഉണ്ട് ശരി ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 112 ലിറ്റർ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ STP അല്ലെ എത്രയാ 112 ലിറ്റർ ഓഫ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് എന്താ STP മക്കളെ STP ഒരു ഗ്യാസിന്റെ വോളിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മക്കളെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പഠിച്ചാണ് ഗിവൺ വോളിയം തന്നിരിക്കുന്ന വോളിയം അതെന്തിനായിരിക്കണം ലിറ്ററിലായിരിക്കണം കേട്ടോ ഗിവൺ വോളിയം ബൈ എന്താ 22.4 പഠിച്ചേ അടുത്ത ഇക്വേഷൻ പഠിച്ചേ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ ഗിവൺ മാസ് ബൈ എന്താ GAM അല്ലെങ്കിൽ എന്താ GMM അല്ലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ പഠിച്ച മക്കളെ എന്താ ഇക്വേഷൻ ഗിവൺ വോളിയം STP ഒരു ഗ്യാസിന്റെ വോളിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന വോളിയത്തിന് ഗിവൺ വോളിയം തന്നിരിക്കുന്ന വോളിയത്തിനെ നിങ്ങൾ എന്നോട് ഡിവൈഡ് ചെയ്യുക 22.4 കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാം അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്താണ് വരാ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എത്ര ഗിവൺ വോളിയം 112 ലിറ്റർ അല്ലേ അതെ ഡിവൈഡ് ബൈ വോളിയം ലിറ്ററിലായിരിക്കണം കേട്ടോ 112 ബൈ എന്താ വരാ 22.4 നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഇവിടെ മുകളിൽ 10 കൊണ്ട് ഗുണിക്കുക താഴെ 10 കൊണ്ട് ഗുണിക്കുക കാരണം ആ ഒരു പോയിന്റ് മാറി കിട്ടും ഇവിടെ എന്താ വരാ 1220 കിട്ടും ഇവിടെയോ 224 എന്ന് കിട്ടും ഡെസിമൽ ഇങ്ങോട്ട് നീങ്ങില്ലേ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1220 224 എത്ര വട്ടം പോവും ചെയ്ത് നോക്കുമ്പോൾ മക്കളെ 5 വട്ടം പോവും എത്ര വട്ടം പോവും 5 വട്ടം പോവും വിച്ച് മീൻസ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൽ മക്കളെ എത്ര മോൾസ് ഉണ്ട് 5 മോൾസ് ഉണ്ട് എത്ര മോൾസ് ഉണ്ട് 5 മോൾസ് ശ്രദ്ധിക്കാം ഒരു ഗ്യാസിന്റെ STP വോളിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന ആ വോളിയത്തിനെ എന്നോട് ഡിവൈഡ് ചെയ്യുക 22.4 കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാം ഈ മക്കളെ ലാസ്റ്റ് ഇതിലേക്ക് വരികയാണെങ്കിൽ 100 ഗ്രാം എന്താ NaOH 100 ഗ്രാം NaOH കേട്ടോ 100 ഗ്രാം NaOH അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചേക്കണേ മോളിക്കൂൾ തന്നെയാണ് കേട്ടോ സോ മക്കളെ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞേ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗ്രാമിലല്ല മക്കളെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക ഗിവൺ മാസ് ബൈ എന്താ GMM മക്കളെ നമുക്കറിയാം ഈ NaOH മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാ മക്കളെ സോഡിയത്തിന്റെ മാസ് ഞാൻ പറഞ്ഞ എത്രയാ അത് 20 ആണ് അല്ലെ സോഡിയത്തിന്റെ മാസ് 20 അല്ല സോറി 23 ആണ് കേട്ടോ സോഡിയത്തിന്റെ മാസ് ശ്രദ്ധിക്കണം സോഡിയത്തിന്റെ മാസ് മക്കൾ 23 ആണ് അല്ലെ ഈ ഓക്സിജന്റെയോ അത് ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ് സോഡിയത്തിന്റെ മാസ് 23 ഓക്സിജന്റെയോ 16 പിന്നെ ഹൈഡ്രജന്റെ എത്ര കിട്ടുക 1 ആണ് കിട്ടുക അല്ലെ ഇതിനോട് കൂട്ടുമ്പോൾ 23 പ്ലസ് 16 എന്ന് പറയുന്നത് 39 ആണ് പ്ലസ് 1 എത്ര മക്കളെ 40 AMU എന്ന് കിട്ടും അല്ലെ 40 AMU സോ ഈ പറയുന്ന NaOH മോളിക്കുലർ മാസ് നമുക്ക് എന്ത് കിട്ടി 40 എന്ത് കിട്ടി AMU എന്ന് കിട്ടി അല്ലെ
ഓക്കെ, നമ്മള് സോഡിയത്തിന്റെ മാസ്, ഓക്സിജന്റെ മാസ്, അതുപോലെ നൈട്രജന്റെ മാസ് കൂട്ടുക, നമുക്ക് എന്ത് കിട്ടും? 40 AMU എന്ന് കിട്ടും. ഈ മക്കളെ ഈ പറയുന്ന ഇയാളുടെ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് മക്കൾ എന്തായിരിക്കും? 40 എന്തായിരിക്കും? ഗ്രാം ആയിരിക്കും. മോളിക്കുലർ മാസ് 40 AMU ആയിക്കോട്ടെ, പക്ഷെ ഗ്രാം മോളിക്കുലർ മാസ് എന്തായിരിക്കും? 40 ഗ്രാം ആയിരിക്കും. അങ്ങനെങ്കിൽ മക്കളെ നമ്പർ ഓഫ് മോൾസ് എന്താണ് വരാ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു എന്താ വരാ? 100 ഗിവൺ മാസ് 100 അല്ലേ? 100 ഗ്രാം അല്ലേ പറഞ്ഞേക്കണേ? 100 എന്താ? 40. ഈ പൂജ്യം വെട്ടിപ്പോയില്ലേ? നിങ്ങൾ ആലോചിക്കുക, 10ൽ 4 എത്ര വട്ടം പോവും? 2.5 ടൈംസ് പോവില്ലേ? ആൻസർ എന്താ വരാ? നമ്പർ ഓഫ് മോൾസ് മക്കൾ എന്താ വരാ? 2 എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. സോ മനസ്സിലാക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 ഇക്വേഷൻ പഠിക്കണം. ഒന്ന്, തന്നിരിക്കുന്ന മാസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? തന്നിരിക്കുന്ന മാസിനെ ഗ്രാം മോളിക്കുലർ മാസ് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രാം ആറ്റോമിക് മാസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. വോളിയം നിന്ന് കഴിഞ്ഞാൽ ഒരു ഗ്യാസിന്റെ സ്റ്റീപ്പിലെ വോളിയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? അത് തന്നിരിക്കുന്ന വോളിയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? തന്നിരിക്കുന്ന വോളിയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 22.4 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം.